സ്വന്തമായി ഞാനൊരു വാചകവും പറയുന്നില്ല. ഞാൻ എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും ലോകത്തിന്റെ നാഥൻ എന്നെ പഠിപ്പിച്ചതാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്. യോഹന്നാൻ സുവിശേഷത്തിലെ 12-ാം അധ്യായം 44-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് ഞാൻ എങ്ങനെ പറയണമെന്നും എന്ത് പറയണമെന്നും ലോകത്തിന്റെ നാഥൻ എന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ലോകത്തിന്റെ നാഥൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ജീവിക്കുക എന്നാ പറയും. അപ്പൊ വേദഗ്രന്ഥങ്ങളെല്ലാം ലോകത്ത് മനുഷ്യരെ പഠിപ്പിച്ചത് ശുദ്ധമായ ഏകദൈവാരാധനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ ആശയമാണ്. ഞാൻ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. വളരെ ലളിതമായ ഒരു ഉദാഹരണം. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു ബിംബം തകർന്നു പോയാൽ മറ്റൊരു മതവിഭാഗക്കാരൻ ക്ഷേത്രത്തിൽ കയറി വന്ന് ബിംബത്തെ തകർത്താൽ അത് സമാധാനം ഉണ്ടാക്കലാണോ സമാധാനം നശിപ്പിക്കലാണോ? ഒരു ബഹുദൈവ വിശ്വാസത്തെ ആശയപരമായി എതിർക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ബിംബത്തെ തകർക്കുക എന്ന് പറയുന്ന സംഗതി നടന്നാൽ കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാവും. ലോകത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ബോംബെയിൽ BR അംബേദ്കറിന്റെ പ്രതിമ ചെരുപ്പ് ചാർത്തപ്പെട്ടു. ആ പ്രതിമയിൽ അപ്പൊ ഏറിയ പ്രശ്നങ്ങളും കലാപങ്ങളും മഹാരാഷ്ട്രയിൽ ബോംബെയിൽ ഉണ്ടായി. എല്ലാവർക്കും അറിയാവുന്നതാണ്. BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു. ഒരു ദൈവം പോലുമല്ല BR അംബേദ്കർ. എല്ലാരും മനസ്സിലാക്കണം. ആരെങ്കിലും ആരാധിക്കുന്ന ഒരു മൂർത്തിയായോ ദൈവമായോ ആരും അതിനെ സങ്കല്പിക്കാത്ത BR അംബേദ്കറിന്റെ പ്രതിമ പോലും എന്തു സംഭവിച്ചു? തകർക്കപ്പെട്ടപ്പോൾ 4 ആള് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. 4 ആള് കൊല്ലപ്പെട്ടു. ഞാൻ ചോദിക്കുന്നു, വളരെ രസകരമായൊരു ചോദ്യം. ബീഹാറിലും ഒറീസയിലുമൊക്കെ മതകലാപങ്ങൾ ഉണ്ടായപ്പോൾ ക്രിസ്തീയ ചർച്ചുകളിലെ ബിംബങ്ങൾ തകർക്കപ്പെട്ടു. വളരെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഒരു പോയിന്റ് പറയാണ്. അതായത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ യേശുക്രിസ്തുവിന്റെയും കന്യാമറിയമിന്റെയും പ്രതിമകൾ തകർക്കപ്പെട്ടപ്പോൾ അതൊരു മതത്തിനെതിരായി. ആ പ്രവൃത്തി ചെയ്തവൻ മഹാപാപിയായി. എല്ലാവരും അംഗീകരിക്കുന്നു, അല്ലേ? ശരിയല്ലേ? എന്നാൽ ബൈബിളിൽ പ്രതിമയുണ്ടോ? ബൈബിൾ പ്രകാരം പ്രതിമാരാധന പാടുണ്ടോ? ഹൈന്ദവ വേദപ്രകാരം പ്രതിമ വെക്കാൻ പാടുണ്ടോ? പാടില്ലാത്തൊരു സംഗതി ചെയ്തപ്പോ കുഴപ്പമുണ്ടായി. ലളിതമായൊരു ഉദാഹരണം. നേരത്തെ എന്റെ മുമ്പ് പ്രസംഗിച്ച മദ്യപാനത്തിന്റെ ആൽക്കഹോളിക്കിന്റെ കരാളാസ്ത്രങ്ങളിൽ ആധുനിക ലോകം ഞെരിഞ്ഞമർന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഒരുപാട് വിഷയങ്ങളോടെ ചർച്ച ചെയ്തു. മദ്യപാനം കൊണ്ട് തിന്മയില്ലേ ലോകത്ത്? ഉണ്ട്. അതുപോലെ പ്രതിമ വെക്കുക വഴി തിന്മയുണ്ട് ലോകത്ത് എന്ന വസ്തുത നമ്മൾ ഗൗരവമായി പഠിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം എന്താണ്? ചതുർവേദങ്ങളിൽ യജുർവേദം 32-ാം അധ്യായം ആർക്കെടുത്തു നോക്കാം? 3-ാമത്തെ വചനം, നതസ്യ പ്രതിമാസ്തി. ദൈവത്തിന് പ്രതിമയില്ല. ദൈവത്തിന് പ്രതിമയില്ല എന്നാ പറയുന്നത്. പ്രതിമ വെക്കാതെ ദൈവത്തെ ആരാധിക്കണമെന്നാണ് കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിൽ പറയുന്നത്. ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി ഇസ്ലാമിനെ ഒരുപാട് എതിർത്തു നോക്കിയിട്ടുള്ള ആളാണ്. പക്ഷെ സ്വാമി ദയാനന്ദ സരസ്വതി 16 ദൂഷ്യങ്ങൾ ബിംബാരാധനക്കുണ്ട് എന്ന് പറഞ്ഞു. നമുക്കൊക്കെ ലളിതമായി പറയാം, ദൈവത്തെ ബിംബത്തിൽ ഒതുക്കാൻ പറ്റുമോ? സർവശക്തനായ ദൈവത്തെ ബിംബത്തിൽ ഒതുക്കാൻ പറ്റുമോ? ഒരാള് കരിങ്കല്ല്, ആണും പെണ്ണുണ്ട് കല്ലിൽ. നിങ്ങൾക്കറിയാം, അതായത് നമ്മള് സാധാരണ ശിലകൾ നിർമ്മിക്കാൻ, ബിംബങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കല്ല്, ആ കല്ല് ആര് സൃഷ്ടിച്ചതാണ്? ലോകത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ചതാണ്. ആ കല്ലിനെയാണ് പിന്നെ നമ്മൾ കൊണ്ടുപോയി ദൈവത്തിന്റെ രൂപമായി. അത്ഭുതം എന്താ? റോഡരികിൽ ദൈവങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. മനുഷ്യരത് വിലക്ക് വാങ്ങി പേശി, ദൈവത്തിന്റെ വില പേശി. ഇത് 2000, 1800 തരുവോ, 1500 തരുവോ എന്ന് ചോദിക്കാൻ ആരെ? നമ്മൾ ആരാധിക്കേണ്ട സർവശക്തനായ ഈശ്വരനെ. എന്നിട്ട് കൊണ്ടുപോയി നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്. അതുവരെ റോഡരികിൽ കിടന്ന ഒന്നിനെ നമ്മൾ കയ്യിലെടുത്ത് കാറിന്റെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ ടേൺ ചെയ്തപ്പോ കാറൊന്ന് 6 അടി മറിഞ്ഞ് താഴെ പോയപ്പോ ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് നിർമ്മിച്ച പ്രതിമ തകർന്ന് തരിപ്പണമായി ഒരു പിടി മണ്ണായി മാറിയപ്പോഴും മനുഷ്യർ ആലോചിച്ചില്ല ആരെ ആരാധിക്കേണ്ടത്. വേദഗ്രന്ഥങ്ങൾ തീർത്തു പറയുന്നു, നതസ്യ പ്രതിമാസ്തി. ദൈവത്തിന് പ്രതിമയില്ല എന്ന് പറയുന്നു. ആവർത്തന പുസ്തകം ബൈബിൾ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനം എന്താ? ഒറേബൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടില്ല. അതുകൊണ്ട് മനുഷ്യരുടെ ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി
ദൂഷിതനാകരുത്, അരുത്, മദ്യപിക്കരുത്, പ്രതിമയുണ്ടാക്കരുത്, വ്യഭിചരിക്കരുത്, അരുത് 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 എന്ന് പറഞ്ഞില്ലേ? ആകാശത്തിലെ പറവജാതികളുടെ രൂപമുണ്ടാക്കരുത്, ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്, അല്ലേ? ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം. അതിന്റെ സബട്ടിങ് തന്നെ എന്താ? ബിംബാരാധനക്കുള്ള ശിക്ഷ എന്നാണ്. ബിംബാരാധനക്കുള്ള ശിക്ഷ എന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാം, പുറപ്പാട്, ഓൾഡ് ടെസ്റ്റമെന്റ്, പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം എന്താ? മിശ്രീം ദേശത്തു നിന്നും, അടിമഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്, അരുത്, ബിംബമുണ്ടാക്കരുത്. ഇനി ഞങ്ങളോട് ചോദിക്കാൻ, കള്ളു കുടിച്ചാൽ പ്രശ്നം ഉണ്ടാവോ? ഉണ്ടാവും. ദൈവം വിലക്കി എന്തൊരു കാര്യം മനുഷ്യർ ചെയ്താലും കുഴപ്പമുണ്ടാവോ? അതെന്നെ ബിംബത്തെ ദൈവം വിലക്കി, ആരാധനയും വിലക്കി. അത് ചെയ്തപ്പോ കലാപമുണ്ടായി, തമ്മിഴറയോട്ടുണ്ടായി. ഞാൻ രസകരമായൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. ലോകത്തെവിടെയെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ആ പ്രതിമ തകർത്തതിന്റെ പേരിൽ പോലീസുകാർ അങ്ങോട്ട് കുതിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തിട്ട് ഒരു മുസ്ലിമിന്, ഒരു ഹിന്ദുവിനെ, ഒരു ജൂതനെ, ഒരു ക്രിസ്ത്യാനിയെ കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഏറ്റവും കലാപം കുറച്ച ശാന്തിയുടെ മതമേതാണ്? ആലോചിച്ചോ. ശാന്തി കുറച്ചുകൊണ്ടുവന്ന പ്രായോഗികമായ മതമേതാണ്? ഇസ്ലാമാണ്. എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എന്റെ ഉപ്പ, നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനെയാണ്? പ്രയോജനമില്ലാത്ത, കാണാത്ത, കേൾക്കാത്ത. അദ്ദേഹം പറയാണ്, ആസറിനോട് അബ്രഹാം പ്രവാചകൻ പറഞ്ഞാൽ, ഉപ്പാ, നിങ്ങൾ ഈ കല്ലിന്റെ രൂപം വെച്ച് ആരാധിക്കുന്നു. അത് കേൾക്കുമോ? അത് കാണുമോ? അതറിയുമോ? അത് ചിന്തിക്കുമോ? വേദഗ്രന്ഥം ചോദിച്ച ചോദ്യമാണ്. വേദഗ്രന്ഥം തീർത്ത് സർവവേദങ്ങളും ഈ ആശയത്തെ പറയും. കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം, കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാചകം എന്താ? ചതുപ്പ് നിലങ്ങളുടെയും കുന്നിന്റെയും കാടിന്റെയും ആലകങ്ങളുടെയും ആലയങ്ങളുടെയും നദികളുടെയും ചുള്ളിക്കമ്പുകളുടെയും മൺതരികളുടെയും എല്ലാറ്റിന്റെയും നാഥനായ, മരച്ചില്ലകളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകളുടെയും ഒക്കെ നാഥനായ, പുളഞ്ഞൊഴുകുന്ന നദികളുടെ നാഥനായ സർവേശ്വര, നിന്നെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഇതാണ് കൃഷ്ണ യജുർവേദം 4-ാം അധ്യായത്തിലുള്ളത്. ഇനി എത്രത്തോളം എന്ന് പറഞ്ഞാൽ, യജുർവേദം 13-ാം അധ്യായം 5-ാം കാണ്ഡം, അതിൽ 21-22 വചനം എന്താ? ദൈവം ഏകനായി എന്നെന്നും നിലനിൽക്കുന്നു, അവനെ നീ ആരാധിക്കുക. അപ്പൊ ലോകത്തെ എല്ലാവരും ആരെയാണ് ആരാധിക്കേണ്ടത്? ഈ വെട്ടത്തിൽ പാറി നടക്കുന്ന കൃമികീടങ്ങളെ ആരാണ് സൃഷ്ടിച്ചത്? പൂമ്പാറ്റകളെ ആരാണ് സൃഷ്ടിച്ചത്? ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിലേക്ക് ദേശാന്തര ഗമനം നടത്തുന്ന ആർട്ടിക് തേണിനെ ആരാണ് സൃഷ്ടിച്ചത്? മൊണാർക്ക് ചിത്രശലഭങ്ങൾ എന്ന ജനിതക കോഡുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മൊണാർക്ക് ചിത്രശലഭങ്ങളെ ആരാണ് സൃഷ്ടിച്ചത്? പുല്ലും പുൽച്ചാടിയും തവളയും ഏകകോശ ജീവിയായ ഹമീമ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്ത് വരെ, മാധവ, സുരേന്ദ്ര, ദേവദാസെ, ബഷീറെ, സുബേറെ, അബ്ദുൽ ഖാദറെ ആരാണ് സൃഷ്ടിച്ചത്? അവനാണ് ലോകത്തിന്റെ നാഥൻ, അല്ലേ? അവനാണ് ലോകത്തിന്റെ നാഥൻ. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. വല്ലാത്തൊരു വാചകമാണ്. അല്ല, ലോകത്ത് വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തെ മൊത്തത്തിൽ പഠിപ്പിക്കുന്ന ഒരാശയം. അവിടെ പറയുന്നത്, അവലംബങ്ങളില്ലാതെ ആകാശത്തെ സംവിധാനിച്ചവൻ ആര് എന്ന ചോദ്യം ഖുർആനിന്റേതാണ്. അതാരാണ്? ഒരാൾ പറഞ്ഞു നോക്കട്ടെ, അത് മുഹമ്മദ് നബിയാണ്. അവൻ തോറ്റുപോകും. കാരണം മുഹമ്മദ് നബിക്ക് മുമ്പേ 7 ആകാശമുണ്ട്. ഈ ഭൂമുഖത്ത് 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരില്ലെങ്കിൽ അന്ന് പർവ്വതമുണ്ടല്ലോ. ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യനുണ്ടല്ലോ, ചന്ദ്രനുണ്ടല്ലോ. ആ ചന്ദ്രനും സൂര്യനും സഞ്ചരിച്ചുവല്ലോ. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. ഖുർആനിലെ 36-ാം അധ്യായം
38, 39, 40 വചനങ്ങൾ. സൂര്യൻ ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ സഞ്ചരിക്കുന്നു. ചന്ദ്രൻ അതിന്റെ നിലാവലകൾ പൊഴിക്കുന്നു. വകുല്ലും ഫീ ഫലഖിൻ യസ്ബഹൂൻ. ഒരു ഗോളവും മറ്റൊരു ഗോളത്തെ ഓവർടേക്ക് ചെയ്യാതെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ 10 മണി മുല്ല എന്ന് പറയുന്ന ഒരു പൂവുണ്ട്. 10 മണി ഷാർപ്പിനാണ് അത് വിടരുക. ആര് പറഞ്ഞു അതിനോട് 10 മണിയായി എന്ന്? ആര് പറഞ്ഞു ആ പുഷ്പത്തോട് 10 മണിയായി? ആരെ അതിനോടത് പറഞ്ഞത്? ആ നാഥനെ, ലോകത്തിന്റെ നാഥനെ, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ, പാശ്ചാത്യന്റെ, പൗരസ്ത്യന്റെ, കറുത്തവന്റെ, വെളുത്തവന്റെ, ലോകരുടെ ലോകങ്ങളുടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവലോകങ്ങളുടെയും പരിപാലകനായ പ്രപഞ്ചനാഥനാകുന്നു. എത്ര കൃത്യമായ വാചകം, എത്ര കൃത്യമായ വാചകം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാചകം എന്താണ്? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് ആ നാളിൽ, ആ ന്യായവിധി നാളിൽ എന്റെ അടുത്ത് വന്ന് നിങ്ങൾ പറയും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പലതും ചെയ്തുവല്ലോ, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതപ്രേത പിശാചുക്കളെ പുറത്താക്കിയല്ലോ എന്ന് ആ നാളിൽ നിങ്ങൾ പറയും. അപ്പോൾ ഞാൻ അവരോട് പറയും, എനിക്ക് നിങ്ങളെ പരിചയമില്ല, ദുഷ്ടജനങ്ങളെ മടങ്ങിപ്പോ എന്ന് മത്തായിയുടെ സുവിശേഷം പറയും. അതാണ് കർത്താവിന്റെ പേരിൽ നിങ്ങൾ പലതും സത്യം ചെയ്തു പറയും, പക്ഷെ അതൊന്നും ശരിയല്ല എന്ന് തീർത്ത് യേശുക്രിസ്തു പറഞ്ഞതായി വേദത്തിൽ രേഖപ്പെടുത്തുന്നു. മതം സമാധാനമാണ്, ഇസ്ലാം ശാന്തിയാണ്. എന്തുകൊണ്ട്? ലോകത്തോട് പറഞ്ഞു, നിങ്ങൾ ലോകരുടെ നാഥനെ ആരാധിക്കും, എങ്കിൽ നിങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ടാകും, സഹോദര്യമുണ്ടാകും. എന്റെ ദൈവം നിന്റെ ദൈവം, അവന്റെ ദൈവം ഞങ്ങളുടെ ദൈവം. ബാബരി മസ്ജിദ് ധ്വംസനമുണ്ടായത് എന്തുകൊണ്ടാണ്? ഇന്ത്യ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. മഹാരാഷ്ട്രയിൽ ഗോവധ നിരോധം എന്തിന്റെ ഭാഗമാണ്? ദൈവവിശ്വാസത്തിന്റെ പേരിലല്ലേ? അല്ലേ? നാളെ പിറ്റേന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മതവിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അപ്പൊ മുസ്ലിങ്ങൾ ചേലാകർമ്മം ചെയ്യുന്നു. നാളെ കർണാടകയിലെ മുഴുവൻ മുസ്ലിങ്ങളും പറയാണ്, ചേലാകർമ്മത്തിന് 4 ഗുണമുണ്ട്, ചേലാകർമ്മത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഹൈന്ദവ പണ്ഡിതന്മാർ വരെ എന്താ പറഞ്ഞത്? ചേലാകർമ്മം കൊണ്ട് ഫൈമോസിസ്, പാരാഫൈമോസിസ്, ലിംഗാഗ്ര ക്യാൻസർ, അർബുദം, ഇതിൽ നിന്ന് രക്ഷ. ലൈംഗികമായി ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ത്രില്ല് കിട്ടുന്നത് ചേലാകർമ്മം ചെയ്ത പുരുഷനിൽ നിന്ന്. പുരുഷന് സ്ത്രീയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈംഗികാനന്ദം കിട്ടുന്നത് ചേലാകർമ്മം ചെയ്ത പുരുഷന്. ശരിയാണ്, ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിച്ചാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ പറയാണ്, ഇവിടുത്തെ ഒരൊറ്റ ഹിന്ദുവും അവന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗം കട്ട് ചെയ്യാതെ ഇനി ഞങ്ങൾ വിടൂല എന്ന് പറയാം. അതിന്റെ പേരാണ് തീവ്രവാദം, അതിന്റെ പേരാണ് ഭീകരവാദം, അതിന്റെ പേരാണ് മനുഷ്യത്വമില്ലായ്മ. നിങ്ങൾ ആലോചിച്ചു, മുസ്ലിങ്ങൾ ചേലാകർമ്മം ചെയ്യണം എന്ന് പറയും. അതിന് ശാസ്ത്രീയമായി തന്നെ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ലിംഗത്തിന്റെ അഗ്രഭാഗം കട്ട് ചെയ്യണം എന്ന് വാശി പിടിച്ചാൽ അത് കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാക്കും, കലാപമുണ്ടാക്കും. എന്റെ വിശ്വാസം എന്നിൽ നിൽക്കണം. എന്റെ വിശ്വാസം അതാണെങ്കിൽ മുസ്ലിങ്ങളോട് പറയണം ചേലാകർമ്മം ചെയ്യണം. പശുവിനെ ആരാധിക്കുന്നവർ പറയണം പശുവിനെ അറക്കരുത്. ശരി, പശുവിനെ അറക്കണ്ട, ഹൈന്ദവരെ അറക്കണ്ട. ലോകത്ത് പല കാര്യങ്ങളും നമ്മൾ അടിച്ചേൽപ്പിച്ചാൽ അത് സമൂഹം സ്വീകരിക്കില്ല, ജനാധിപത്യ രാജ്യം സ്വീകരിക്കില്ല. ഇപ്പൊ ഇസ്ലാം ലാ ഇക്റാഹ ഫിദ്ദീൻ കതബയ്യന അർ-റുശ്ദ് മിനൽ ഗയ്, ഖുർആന്റെ 2-ാം അധ്യായം 256-ാമത്തെ വചനം, സൂറത്ത് ബഖറ. ബഖറ എന്ന് പറഞ്ഞാൽ പശുന. ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം പശുന്നാണ്. അതും കൂടെ മനസ്സിലായിക്കൂടി. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായത്തിന്റെ പേര് 286 സൂക്തമുള്ള അധ്യായത്തിന്റെ പേര് ബഖറ, പശു എന്നാണ്. എന്താണ് അതിൽ പറയും? പഠിക്കാം, പരിശോധിക്കാം, വായിക്കാം. ആർക്കും വേദഗ്രന്ഥത്തെ കുറിച്ച് എന്താണ് അവർ പഠിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? 40-ാം അധ്യായം 24-ാമത്തെ വചനം, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ഈ വേദഗ്രന്ഥം ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഭയപ്പാട് നിമിത്തം ആ പർവ്വതം പൊട്ടിപ്പിളരുമായിരുന്നു. മനുഷ്യരെ, നിങ്ങളുടെ മനസ്സിന് എന്ത് സംഭവിച്ചു എന്ന്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 256-ാമത്തെ വചനം, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഇസ്ലാമിലേക്ക് ഒരാളെ നിർബന്ധിച്ചു കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അൻത തുഖ്രിഹുന്നാസ്, വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം 10-ാം അധ്യായം 99-ാമത്തെ വചനം, നബിയെ അവരെ നിർബന്ധിക്കുകയോ? ഖുർആന്റെ 2-ാം അധ്യായം 272-ാമത്തെ വചനം, ചോറ് കൊടുത്ത് ചായ കൊടുത്ത് ഉപജീവന പ്രവർത്തനം ചെയ്ത് ആളുകളെ മതത്തിൽ കൂട്ടാൻ പാടില്ലെന്നാണ്
ആ ഖുർആനിന്റെ വചനം പറയുന്നത് വിശദീകരിക്കാൻ ചില പ്രശ്നങ്ങളുണ്ട്. സഹോദരങ്ങളെ, സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 272-ാമത്തെ വചനം. 3 വചനങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു ഇസ്ലാമിനെ അമുസ്ലിമിന്റെ നേരെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. മഹാനായ ഖലീഫ ഉമർ, ലോകം മുഴുവനും അറിയുന്ന ഭരണാധികാരി, 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഖലീഫ ഉമർ ഒരു അമുസ്ലിം പെൺകുട്ടിയോട് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ഇസ്ലാമിന്റെ മഹത്വം പറഞ്ഞു, ഇസ്ലാമായിട്ടില്ലെങ്കിലുള്ള കുഴപ്പങ്ങളെ പറ്റി പറഞ്ഞു. ജീവിതത്തിൽ അതൊക്കെ കഴിഞ്ഞപ്പോ ഖലീഫ ഉമറിന് ഒരു കുറ്റബോധം. എന്താ കുറ്റബോധം? ഈ സദസ്സിലിരിക്കുന്നവർ, ഈ റോഡരികിൽ നിൽക്കുന്നവർ, ഖലീഫ ഉമറിന്റെ കുറ്റബോധം എന്താണ്? അമുസ്ലിം പെൺകുട്ടിയോട് മതം സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിച്ചുവോ? അതെന്റെ പാതകമായി പോയി, എന്റെ തെറ്റായി പോയി. 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി ഖലീഫ ഉമർ പറഞ്ഞു, അല്ലാഹുവേ, ആ അമുസ്ലിം സ്ത്രീയെ ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണമേ. ഒരു മുസ്ലിമിനെ നിർബന്ധിച്ച് മതത്തിൽ കൊണ്ടുവരാൻ വകുപ്പില്ല. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ വചനം. വിശുദ്ധ ഖുർആൻ അടുത്ത വചനം 18-ാം അധ്യായം 29-ാമത്തെ വചനം. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ അവിശ്വസിക്കട്ടെ. 4-ാമത്തെ സൂക്തം. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറ. സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ദഹർ, 76-ാം അധ്യായം. വിശുദ്ധ ഖുർആനിലെ 76-ാം അധ്യായം 3-ാമത്തെ വചനം. ധർമ്മവും അധർമ്മവും പ്രകടമാണ്, ആരെയും അതിൽ നിർബന്ധിക്കേണ്ടതില്ല. എന്നിട്ട് പ്രവാചകനോട് വീണ്ടും പറഞ്ഞു, ഖുർആനിലെ 4-ാം അധ്യായം 80-ാമത്തെ വചനം. റസൂൽ ജനങ്ങളെ നിർബന്ധിക്കേണ്ടവനല്ല, എത്തിച്ചു കൊടുക്കേണ്ടവനാണ്. അതുകൊണ്ട് നബിയേ, ആളുകളെ നിർബന്ധിക്കേണ്ടതില്ല. ഫലഅല്ലക ബാഹിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ല യുക്മിനു ബിഹാദൽ ഹദീസി ഹസഫ. 18-ാം അധ്യായം 6-ാമത്തെ വചനം. അവർ ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ താങ്കൾ ജീവനൊടുക്കുന്നവനായേക്കാം. അത് വേണ്ട, അങ്ങനെ വേണ്ട, പറഞ്ഞു കൊടുക്കൽ മാത്രം. വിശുദ്ധ ഖുർആൻ 7-ാമത്തെ സൂക്തം. അടുത്ത വാചകം കേട്ടോളൂ നിങ്ങൾ. ഖുർആന്റെ 88-ാം അധ്യായം 20-21 വചനങ്ങൾ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. അല്ലയോ പ്രവാചകരെ, ഉപദേശിച്ചാൽ മതി, അവരെ നിർബന്ധം ചെലുത്തേണ്ടവനല്ല. വാളെടുത്ത്, ആയുധമെടുത്ത്, അധികാരമെടുത്ത്, AK-47 ഉപയോഗിച്ച് നീ മതം സ്വീകരിക്കുന്നോ എന്ന് ചോദിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. ക്രിസ്ത്യാനിയോട്, ഹൈന്ദവനോട്, മജൂസിയോട് നീ ഇസ്ലാം സ്വീകരിക്കും ചോദിക്കാൻ വകുപ്പില്ല. ഖുർആനിലെ 8-ാമത്തെ സൂക്തം 9-ാമത്തെ വചനം. വീണ്ടും 9-ാമത്തെ വചനം. വിശുദ്ധ ഖുർആൻ പറയാണ്, വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. സൂറത്തുൻ നൂർ 24-ാം അധ്യായം 54-ാമത്തെ വചനം. അവിടെയും പറയുന്നത്, ഒരു മുസ്ലിമിനെയും ഇസ്ലാമിൽ ചേർക്കാൻ നിർബന്ധിക്കേണ്ടതില്ല, പറഞ്ഞു കൊടുക്കുക. ഇസ്ലാം ഇന്നതാണ്, അതിനിന്ന പ്രത്യേകതകളുണ്ട്, അതിനിന്ന മേന്മകളുണ്ട്, അത് ഈശ്വരീയമാണ്, അത് ദൈവീകമാണ്, അത് പ്രപഞ്ചനാഥന്റെ മതമാണ്, ഇതിൽ ഇന്നെന്ന നന്മകളുണ്ട് എന്ന് പറയാം. ഞാൻ മിനിയാന്ന് രാത്രിയിൽ ബഹ്റൈനിൽ നോൺ മുസ്ലിമുകൾക്ക് വേണ്ടി ഒരു ഗാദറിംഗ്, ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ പ്രഗത്ഭനായ കാസർകോട്ടുകാരനായ ഹോസ്പിറ്റലിലെ രഞ്ജിത്ത് എന്ന് പറയുന്ന ബ്രാഹ്മണനായ ഒരു ഡോക്ടറായിരുന്നു. രഞ്ജിത്ത് പറഞ്ഞു, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ മനുഷ്യർ 5 നേരമെങ്കിലും അവന്റെ ഫ്രണ്ട് കൈ നന്നായി പച്ചവെള്ളത്തിൽ കഴുകണം. മോഡേൺ സയൻസ് പറയാണ്, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഏതൊരു മനുഷ്യനും അവന്റെ ഫ്രണ്ട് കൈയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഡെയിലി കഴുകണം. ഒരു മുസ്ലിം സുബൈക്ക് കൈ കഴുകുന്നു, മുട്ടുവരെ കഴുകുന്നു, മുഖം കഴുകുന്നു, പുറത്തു വരുന്ന കാൽ നരിയാണി കഴുകുന്നു. രോഗാണുക്കൾ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള മേഖല 5 വക്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോ 6-ാമത്തതിൽ, തഹജ്ജുദ് നിസ്കരിക്കുമ്പോ 7-ാമത്തതിൽ ഒരു മുസ്ലിം കഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്ത് ശാസ്ത്രീയ തേൻ ലോകത്തിന്റെ അത്ഭുതമാണ്. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം 68-69 വചനത്തിൽ പറയുന്നത്, ഫീഹി ശിഫാഉൽ ലിന്നാസ്. തേൻ ഔഷധമാണ്, രോഗമുണ്ടാക്കില്ല. തേൻ കുടിച്ചാൽ രോഗമുണ്ടാവില്ല, ഇല്ല. മാത്രമല്ല, മോഡേൺ സയൻസ് ലോകത്ത് തെളിയിച്ച ഏറ്റവും പ്രധാനമായ കാര്യം, ഏറ്റവും വലിയ രോഗാണുക്കളെ തേനിൽ നിക്ഷേപിച്ചു. മോഡേൺ സയൻസ് പാലിലും തേനിലും രോഗാണുക്കളെ നിക്ഷേപിച്ച് ടെസ്റ്റ് നടത്തിയപ്പോ തേനിലെ എല്ലാ രോഗാണുക്കളും 4 ദിവസത്തിന്റെയും 5 ദിവസത്തിന്റെയും ഉള്ളിലായി ചത്തൊടുങ്ങി എന്ന് മോഡേൺ സയൻസാ പറയുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തേനിന്റെ അത്ഭുതത്തെക്കുറിച്ചും തേൻ നിർമ്മിക്കുന്നത് പെൺതേനീച്ചയാണെന്നും സോമർ ഡാം 1878 അത് പറയുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെൺതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത് എന്ന് വിശദീകരിച്ച ഒരു ദൈവീക ഗ്രന്ഥം. ആ ദൈവിക ഗ്രന്ഥം ഒരിക്കലും ഇനി നിങ്ങൾ നോക്ക്, ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ ചാപ്പകുത്തി എല്ലാം മുസ്ലിംകളുടെ നേരെ. ഇപ്പൊ നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ കേസരി എന്ന് പറയുന്ന
അവിടുത്തെ നമുക്കറിയാം കേരളത്തിന്റെ ദേശീയ വാരിക എന്ന് പറയുന്ന ഈ വാരികയിൽ 2014 ഡിസംബർ 16 മുതൽ എഴുതിയത് എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ കുട്ടികളെ കൊല്ലാൻ ഖുർആൻ പറഞ്ഞു എന്നാണ്. കുട്ടികളെ കൊല്ലാൻ, പാകിസ്ഥാനിലെ കുട്ടികളെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് ഖുർആനാണ് എന്ന് മാത്രമല്ല, മദ്രസയാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന്റെ കേന്ദ്രം എന്നൊക്കെ മലയാളക്കരയിലെ പ്രബുദ്ധമായ ജനങ്ങളുടെ മുമ്പിൽ എഴുതി വെക്കുകയാണ് ആളുകൾ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അന്യമതസ്ഥരോടുള്ള ശത്രുത വളർത്തിയെടുക്കുന്നതിൽ മദ്രസകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഖുർആനിലെ വചനങ്ങൾ അവിശ്വാസിയുടെ ഉന്മൂലനത്തിനായുള്ള പ്രേരണയാക്കി മാറ്റിയെടുക്കുന്ന ഇത്തരം മതവിദ്യാലയങ്ങൾ അഥവാ മുസ്ലിമിനോട് ശത്രുത പുലർത്താനും അവനെ കൊല്ലാനും അവനെ ഉന്മൂലനം ചെയ്യാനും മദ്രസാ വിദ്യാഭ്യാസമാണ് പഠിപ്പിക്കുന്നത് എന്ന തെറ്റായ ഒരു ധാരണ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം വെട്ടം അബ്ദുള്ള ഹാജിയുടെ നേതൃത്വത്തിലാണ് ആദ്യമായി മദ്രസ ആരംഭിച്ചത്. വ്യവസ്ഥാപിതമായി ശാസ്ത്രീയമായി കുട്ടികൾക്ക് മദ്രസ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ഒരൊറ്റ സലഫിയും തീവ്രവാദിയായി ഒരു ജയിലിലും കഴിയുന്നില്ല. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഒരാളുടെ നേരെയും ചെന്നിട്ടില്ല. കാരണം അവർ മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ് ചെല്ലാത്തത്. അവർ മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ്. കേരളത്തിലെയോ ഇന്ത്യയിലെയോ ലോകത്തിലെയോ പാകിസ്ഥാനിലെയോ ഏതെങ്കിലും ഒരു മദ്രസാ പുസ്തകം തീവ്രവാദം പ്രചരിപ്പിക്കുന്നു എന്ന് ന്യായമായി ആ പുസ്തകം എടുത്ത് കോട്ട് ചെയ്ത് ഇന്ന മദ്രസയിലെ ഇന്ന ആളുകൾ ഇറക്കിയ സിലബസ് അനുസരിച്ച് ഈ മദ്രസയിൽ ശത്രുത പുലർത്തുന്ന ഒരു വാക്ക് ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും കൗതുകരമായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ക്രിസ്ത്യാനികൾ ലോകത്ത് എത്രയോ കാലമായി ലോകത്ത് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാറുണ്ട്, നബിയെ തെറി പറയാറുണ്ട്, അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതാറുണ്ട്, ലഘുലേഖ എഴുതാറുണ്ട്. മഞ്ചേരി ആസ്ഥാനമായ മർക്കസുൽ ബിഷാറ അവിടെ നിറക്കിയ ഒരു പുസ്തകത്തിൽ ചാണകക്കൂനയിൽ മദ്യപിച്ച് ബോധമില്ലാതെ കിടന്ന് മരിക്കുകയായിരുന്നു മുഹമ്മദ് നബി എന്ന് ക്രൈസ്തവർ എഴുതിയിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ പറയുന്നു, 1450 വർഷത്തിനിടയിൽ യേശുക്രിസ്തുവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് മുസ്ലിംകൾ ഇറക്കിയ ഒരു ലഘുലേഖ ലോകത്തെവിടെയെങ്കിലും കാണാൻ കഴിയോ? ലോകത്തെവിടെയെങ്കിലും യേശുക്രിസ്തുവിനെ മുസ്ലിംകൾ ചീത്ത പറയുന്ന ഒരു ലഘുലേഖ? ഉദാഹരണം, ഈ സ്റ്റേജിൽ ഒരു ക്രിസ്ത്യാനി മുഹമ്മദ് നബിയുടെ ഒരുപാട് കുറ്റം പറയും. യേശുക്രിസ്തുവിന്റെ കുറ്റം ഒരു മുസ്ലിം പറയില്ല. എന്തുകൊണ്ടെന്നാൽ പറയാൻ പാടില്ല. ആ പ്രവാചകന്മാർക്കിടയിൽ ഇസ്ലാം ഒരു ഭിന്നതയും കൽപ്പിക്കുന്നില്ല. ലോകത്ത് ഇസ്ലാമിനെ എതിർക്കുന്ന ഏറ്റവും വലിയ ശത്രുക്കൾ ജൂതന്മാരാണ്. ജൂതന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്നു, നിന്ദിക്കുന്നു. പക്ഷേ മൂസാ നബിയെ ഒരിക്കൽ പോലും മുസ്ലിങ്ങൾ നിന്ദിക്കുന്നില്ല. എന്തുകൊണ്ട്? സൂറത്ത് ആൽ ഇംറാൻ പറഞ്ഞു, മുസ്ലിങ്ങളെ നിങ്ങളുടെ കാര്യം അത്ഭുതമാണ്, അവരുടെ പ്രവാചകന്മാരിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, അവരാകട്ടെ നിങ്ങളിലും പ്രവാചകനിലും അവിശ്വസിക്കുന്നു എന്ന്. ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടാണത്. യേശുക്രിസ്തു ബൈബിളിൽ അത്ര നല്ല മനുഷ്യനല്ല, പക്ഷേ ഖുർആനിൽ ഏറ്റവും ബെറ്ററായ ഒരു പ്രവാചകനാണ്. നോഹ പ്രവാചകൻ ബൈബിളിൽ മദ്യപാനിയാണ്. അബ്രഹാം പ്രവാചകൻ ഭാര്യയെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചവനാണ് ബൈബിൾ. യഹൂദ റബ്ബിമാരുടെ തൂലികക്ക് വിധേയമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഫവൈലുൽ യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയശ്തറൂ ബിഹി സമനൻ ഖലീലൻ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തലുണ്ടായി. 2-ാം അധ്യായം 79-ാമത്തെ വചനം. കൈകടത്തലുണ്ടായവരെന്ന് പറഞ്ഞു സുമ്മയഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇതൊക്കെ ദൈവത്തിൽ നിന്നാണ്. അപ്പൊ എല്ലാ തിന്മകളും അതായി. ചാതുർവർണ്ണ്യം ദൈവത്തിൽ നിന്നാണെന്ന വാക്ക് ഭഗവത്ഗീതയിൽ കടത്തിക്കുട്ടി. ചതുർവർണ്ണ്യം മയസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന വാചകം പിൽക്കാലത്ത് ഭഗവത്ഗീതയിൽ കടത്തിക്കുട്ടി. അപ്പൊ ചാതുർവർണ്ണ്യം മഹത്വമായി, ദൈവികമായി. ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവൻ ശൂദ്രൻ. അപ്പൊ ഇത് ദൈവം ഉണ്ടാക്കിയെന്ന് വന്നു. അപ്പൊ ബ്രാഹ്മണനെ ശൂദ്രൻ ആദരിച്ചു കൊള്ളണം. സ്ലേവറി, അടിമത്തം, അതായിരുന്നു ജാതീയത. അതായിരുന്നു ജാതീയത. അല്ല, ഇവൻ എന്നൊരു പുലയനല്ലേ, അല്ലാ മതം നാളെ സ്വീകരിച്ചാൽ അവൻ എവിടെയും പോകാം. വളരെ പ്രഗത്ഭനായ കവി വീണപ്പൂവ് എഴുതിയ കുമാരനാശാന്റെ വരികളിൽ നമ്മൾ ഈ കാര്യം പറയുന്നു. എന്താ? ജാതീയതയില്ലാത്ത മതം. ബി.ആർ. അംബേദ്കർ പബ്ലിക്കിൽ ഒരു പ്രസംഗം ചെയ്തു ഇന്ത്യ രാജ്യത്ത്. എന്താ പ്രസംഗം? ഞാൻ ഹിന്ദു മതം വിടും. അപ്പൊ ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഹിന്ദു മതം വിടുന്നു പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ ഏത് മതം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്?
എന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ ഏത് മത സ്വീകരിക്കേണ്ടത്? ബി ആർ അംബേദ്കർ പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാം. നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാം, കാരണം അത് ദൈവിക മതമാണ്. അതിൽ ഉച്ചനീചത്വങ്ങളില്ല, അതിൽ ജാതീയതയില്ല. മുസ്ലിങ്ങൾക്കിടയിലെ ജാതീയക്കെതിരെ ഒരു പോരാട്ടമുണ്ടനി ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ ജാതീയതക്കെതിരെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് പൗരോഹിത്യ മതം. പൗരോഹിത്യ മതത്തിന്റെ ന്യൂനത അതാണ്. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം ആരോപിക്കുന്നു. 13 കൊല്ലം മക്കയിൽ പ്രവാചകൻ ജീവിച്ചു. ആയുധമെടുത്തോ? യുദ്ധം ചെയ്തോ? കല്ലെറിഞ്ഞോ? ഒന്ന് മൂക്കിന് പോലും ഇടിച്ചോ? ഒന്നും ചെയ്തില്ല. ഒരാ മുസ്ലിമിനെയും 13 കൊല്ലം മക്കയിൽ മർദ്ദിച്ചില്ല. ശുദ്ധമായ ഏകദൈവാരാധന പറഞ്ഞു മക്കയിൽ കഴിഞ്ഞു. കല്ലേറ് കിട്ടി, കൂക്കുവിളി കിട്ടി, ബഹിഷ്കരിച്ചു. പ്രവാചകൻ തിരിച്ചടിച്ചില്ല. 13 വർഷം. ഞാൻ ചോദിക്കുന്നു, കർണാടകയിൽ ശ്രീരാമനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടെന്ന് വിചാരിച്ചോ? അവരെ ആക്രമിക്കുന്നു മറ്റൊരു ടീം. ശ്രീരാമനെ വിളിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ആക്രമിക്കുന്ന വേറൊരു വിഭാഗം. അവരാകട്ടെ തിരിച്ചടിക്കുന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. 13 കൊല്ലം ശ്രീരാമ ഭക്തർ ഈ രാജ്യത്ത് ക്ഷമിക്കുവോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ശ്രീരാമനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തല്ലുകയാണ്, അടിക്കുകയാണ്. ആ ആശയം പറയാൻ പാടില്ല എന്ന് പറയാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നിങ്ങൾ എന്ത് ചെയ്യും? 13 കൊല്ലം ലോകത്തിന്റെ നാഥനെ ആരാധിക്കാൻ മുഹമ്മദ് നബി അവരോട് പറഞ്ഞു. അവർ മുഹമ്മദ് നബിയെ തല്ലി, കൂക്കുവിളിച്ചു, കാർക്കിച്ചു തുപ്പി, കല്ലെറിഞ്ഞു, അനുയായികളെ കൊന്നു, ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചു. എന്നിട്ടും 13 കൊല്ലം ഇസ്ലാമിക സമൂഹം തിരിച്ചടിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. പിന്നെ എന്താ ഉണ്ടായത്? ഉദ്നലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്കിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. ഖുർആന്റെ വാചകം നോക്ക്. മുസ്ലിങ്ങൾ അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്തല്ല ഒരാളോടും. ശരിക്കും മനസ്സിലായിക്കൊള്ളി, ലോക ചരിത്രത്തിൽ അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്യാത്ത വിഭാഗം അതായിരുന്നു മുസ്ലിങ്ങൾ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായം എന്താ? 24 മുതൽ 44 വരെ അർജുനൻ പറയാണ്, ഇല്ല കൃഷ്ണ, ഈ സ്വജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ അവരെ ആക്രമിക്കില്ല. എനിക്ക് ഈ ഭൂമി വേണ്ട, ഭിക്ഷയാചിച്ചു പോലും ഞാൻ ജീവിക്കാം. ദുനിയാവിലെ ആർഭാടങ്ങൾ എനിക്ക് വേണ്ട, ഭൗതിക വിഭവങ്ങൾ എനിക്ക് വേണ്ട. ഇസ്ലാം ഭൗതിക വിഭവങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല. നാട് വെട്ടിപ്പിടിക്കാൻ യുദ്ധം ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുർആനിലെ 22-ാം അധ്യായം, നിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന കാരണത്താൽ, അതായത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം, ഒരു നാട്, ആ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ രാമഭക്തന്മാർ ഒരു 13 കൊല്ലം കഴിഞ്ഞിട്ട് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നാട് വിടുകയാണ്. 400 കിലോമീറ്റർ അകലെ ഈ ടീം 400 കിലോമീറ്റർ അകലെ പോയി താമസിക്കുകയാണ്. അവിടെ അവർക്ക് അധികാരം കിട്ടി, അവിടെ ഭരണാധികാരികളായി. ആ നാട് ഭരിക്കുന്നതിനിടയിൽ ഈ ഭാഗത്ത് അതായത് ഏത് നാടാണോ വിട്ടുപോയത് ആ നാട്ടുകാർ അവിടെ ചെന്നവരെ വീണ്ടും തല്ലുകയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടക്ക ഇട്ടുകൊടുത്ത് ഉമ്മ വെക്കണോ? എന്താ ചെയ്യേണ്ടത്? അതേ ഇസ്ലാം ചെയ്തുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്കിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളെ അവർ മദീനത്ത് വന്ന് വേട്ടയാടി. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അന്നൊരു പ്രവാചകൻ മാത്രമല്ല മുഹമ്മദ് നബി, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അവിടെ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു എന്ന് വിചാരിക്കുക, ചൈന ആക്രമിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ ചോദിക്കുന്നത്, ചൈന ആക്രമിക്കുമ്പോ പ്രധാനമന്ത്രി AC റൂം കിടന്നുറങ്ങുമോ? കമാൻഡർമാരായിരിക്കും, പട്ടാളത്തായിരിക്കും, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. മുഹമ്മദ് നബി പ്രധാനമന്ത്രിയായിരുന്നു അവിടെ. പ്രധാനമന്ത്രി അപ്പൊ ആരെയും ചോദിക്കും, നബി പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്നോ? മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭരണാധികാരിയാണ്. ആ നാട്ടിൽ അദ്ദേഹം ചെന്നപ്പോ കരാറുണ്ടാക്കി, ജൂതന്മാരും ക്രൈസ്തവരും ഒക്കെ ആയിട്ട്. എന്താ കരാറ്? നമ്മൾ തമ്മിൽ തല്ലരുത്, നിങ്ങൾക്ക് നിങ്ങളെ മതം ആചരിക്കാം, ലക്കും ദീനുക്കും വലിയ ദീൻ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അന്യ രാജ്യക്കാരോ അന്യ നാട്ടുകാരോ ഈ നാട്ടിൽ അക്രമത്തിന് വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടും, നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരില്ല എന്ന കരാറുണ്ടാക്കിയ നാട്ടിലേക്ക് മറ്റൊരു ടീം 13 കൊല്ലം ആക്രമിച്ച അക്രമകാരികൾ വീണ്ടും ഒരു രാജ്യത്തേക്കാ വരുന്നത്. മക്കയിലെ പ്രവാചകൻ അധികാരമില്ല. അധികാരമുള്ള നാട്ടിൽ വരുമ്പോ ആ നാട്ടിലെ മുഴുവൻ പൗരന്മാരുടെയും സുരക്ഷിതത്വം പ്രവാചകന് അർപ്പിതമാണ്. ആ നാടാക്രമിക്കാനും പടച്ചവനാണ് ആരാധനക്കറൻ അന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ ആക്രമിക്കാനും വന്നവർ തിരിച്ചടിച്ചു. യുദ്ധം ചെയ്തവരോട് മാത്രം. ഇനി കുട്ടികളെ കൊല്ലാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കുട്ടികളെ ഒരിക്കലും കൊല്ലരുത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരൊറ്റ മതമേ ലോകത്തുള്ളൂ, ഇസ്ലാം. ഞങ്ങളോട് ചോദിക്കുക, എല്ലാവരും രസകരമായൊരു ചോദ്യം. ക്രിസ്തു മതപ്രകാരം ജനിച്ച കുട്ടിയെ പറ്റി എന്താ അഭിപ്രായം? ഒരു ജോർജിന് ഒരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞിനെ പറ്റി ജോർജിന്റെ അഭിപ്രായം എന്താ? ഓൻ പാപിയാണ്. ഓൻ ആരാണ്? ഓൻ പാപിയാണ്.
ക്രിസ്തു മതപ്രകാരം ലോകത്ത് ജനിക്കുന്ന മനുഷ്യരൊക്കാര പാപികളാണ്. ഇസ്ലാമിന്റെ വീക്ഷണത്തിലോ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊടുമ്പിരി കൊണ്ട യുദ്ധം. ആ യുദ്ധരംഗത്ത് ശത്രുപക്ഷത്തെ കുട്ടികൾ കൊല്ലപ്പെട്ടു. ശരിക്കും ചിന്തിക്കണം, ശത്രുപക്ഷത്തെ ഇസ്ലാമിനോട് ഇങ്ങോട്ട് അടിക്കണ ശത്രുപക്ഷത്തെ കുട്ടികൾ, ശത്രുവിന്റെ കുട്ടികൾ കൊല്ലപ്പെട്ടു. പ്രവാചകൻ സന്തോഷിച്ചോ? പ്രവാചകൻ ആഹ്ലാദിച്ചോ? അങ്ങനെ തന്നെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഈ കേസരി പറഞ്ഞ പോലെ ഇല്ല. പ്രവാചകൻ അനുയായികളെ വിളിച്ചു വരുത്തി, കോപാകുലനായി, കണ്ണുകൾ ചുവന്നു തൊടുത്തു. അദ്ദേഹം ഉറക്കെ പറഞ്ഞു, ആരാണ് ഈ കർമ്മം ചെയ്തത്? ആരാണ് ഈ മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്തത്? ആരാണ് ഈ കുട്ടികളെ കൊന്നത്? അപ്പൊ അവർ ചോദിച്ചു, ശത്രുപക്ഷത്തെ കുട്ടികളല്ലേ? അപ്പൊ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച തത്വം അത് സ്വർണ്ണലിപികളെ എഴുതി കഴുത്ത് തൂക്കിക്കൊടി. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യ കുഞ്ഞും പരിശുദ്ധരാണ്. എല്ലാ മനുഷ്യ കുഞ്ഞും, ജൂതന്റെ കുഞ്ഞ്, ക്രിസ്ത്യാനിയുടെ കുഞ്ഞ്, എല്ലാം. നേരത്തെ ഇവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞല്ലോ, അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ, തെൽമൂദ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട് ജൂതന്മാരെ കയ്യിൽ, തെൽമൂദ്. അതെടുത്ത് തുറന്നിങ്ങനെ നോക്കാം, ഖുർആനും തുറന്നു നോക്കാം. തെൽമൂദ് എന്ന ഗ്രന്ഥം തുറന്നാൽ അതിലെ വാചകം എന്താ അറിയോ? അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അതാ വർഗീയത, അതാ വർഗീയത. ഉദാഹരണം, ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇങ്ങനൊരു വാചകം ഉണ്ടെന്ന് വിചാരിക്കുക, അകാരണമായ ഒരു ഹിന്ദുവിനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ഹിന്ദുവിനെയും കൊന്നവനെ പോലെ. ബൈബിളിൽ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ക്രിസ്ത്യാനിയെ അകാരണമായി കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനിയെയും കൊന്നവനെ പോലെ. ഇവിടെ ഖുർആൻ പറയുന്നതോ, ഖുർആനിലെ 5-ാം അധ്യായം ആർക്കെടുത്തു നോക്കാം, 32-ാമത്തെ വചനം. അതിൽ പറയുന്നത് അകാരണമായി ഒരു മനുഷ്യനെയും കൊല്ലരുത്. അങ്ങനെ കൊന്നാൽ ലോകത്തുള്ള 715 കോടി മനുഷ്യരെയും കൊന്ന മഹാപാപിയാണോനെ. ഒരൊറ്റ മനുഷ്യനെ കൊല്ലൽ 715 മനുഷ്യരെ കൊന്നതിന് തുല്യാണ്. അങ്ങനെ പഠിപ്പിച്ച ഒരു വാചകം ലോകത്തിൽ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ നിന്ന് 2 വർഷങ്ങൾക്ക് ഞാൻ സമയം തരാം, എല്ലാ വേദവും കയ്യിൽ കൊണ്ടുവന്ന് തരികയും ചെയ്യാം. നിങ്ങൾ വായിച്ചിട്ട് അങ്ങനെ ഒരു വാചകം കേൾപ്പിക്കുമോ നിങ്ങൾ വേറെ വേദഗ്രന്ഥത്തിൽ? ഇല്ല. അപ്പൊ ഖുർആൻ ശത്രുത പ്രചരിപ്പിച്ചിട്ടില്ല, ഇസ്ലാം ശത്രുത പ്രചരിപ്പിച്ചിട്ടില്ല. യുദ്ധരംഗത്തൊരു സ്ത്രീ കൊല്ലപ്പെടുന്നത് കണ്ട് പ്രവാചകൻ ഗൗരവമായി എതിർത്തു. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? ഇസ്ലാമിനെ ഇങ്ങോട്ട് തിരിച്ചടിക്കുന്ന ശത്രുക്കളോട് പോലും യുദ്ധം ചെയ്യുമ്പോ ആ ശത്രുക്കളിലെ സ്ത്രീകളെ കൊല്ലരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആ ശത്രുക്കളിലെ വയോവൃദ്ധന്മാരെ കൊല്ലരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അവരുടെ ആരാധനാലയങ്ങൾ തകർക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ, ഉണ്ട്. അവരുടെ പൊതുസ്വത്ത് നശിപ്പിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ശത്രുക്കളുടെ ഫലം നൽകുന്ന വൃക്ഷലതാദികൾ നശിപ്പിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അമുസ്ലിമിങ്ങൾ പാനം ചെയ്യുന്ന പാനജലമായ തടാകങ്ങൾ നശിപ്പിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അവരിലെ കുട്ടികളെ കൊല്ലരുത് എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ലോകത്ത് എവിടെ ഉണ്ടായിരുന്നു ഫ്രഞ്ച് വിപ്ലവം, 2 ലോകമഹായുദ്ധങ്ങൾ, കലിംഗ യുദ്ധം, ലക്ഷോപലക്ഷം മനുഷ്യരെ ഒടുക്കി. ആരെങ്കിലും ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ആരാ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിനെ കൊന്നത്? ആരാ ഇന്ദിരാഗാന്ധിനെ കൊന്നത്? ആരാ അരേ റാം എന്ന് പറഞ്ഞ് വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നത്? ആരാ ബാബരി മസ്ജിദ് തകർത്തത്? ആരാ ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയത്? ഇതൊക്കെ മുസ്ലിമീങ്ങളായിരുന്നോ? അതിനൊക്കെ ഞങ്ങളെ പ്രതിക്കൂട്ടിൽ കയറ്റുന്നതിനോട് ഒരു ചില്ലറ അനീതി, വലാ യജ്രിമന്നകും ശൻആന ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഇനി നിങ്ങൾക്ക് വേറൊരു രസകരമായ സംഗതി എന്താ? ഹേമന്ത് കർക്കറയെ കൊന്നതാരാ? ആരാ? ഇന്ത്യ രാജ്യത്തിലെ രാഷ്ട്രീയ നായകന്മാരെന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും. അതിനുവേണ്ടി ആസൂത്രണം ചെയ്തൊരു സംഭവമായിരുന്നു താജും അബ്രോളും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും. എന്തേ കാരണം? ഹേമന്ത് കർക്കറയുടെ കൈ ഈ ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപുണ്ടാക്കി മുസ്ലിങ്ങളുടെ പേരിൽ ചാർത്തിയല്ലോ ചിലര്. അവരുടെ ഷോൾഡറിന്റെ തൊട്ടടുത്തതാ ഇവിടെ എങ്ങനെ പിടിക്കുന്നിടത്തെത്തി. അപ്പൊ പറഞ്ഞ ആ കൈ ഇനി ഉയരാൻ പാടില്ല, ഹേമന്ത് കർക്കറയുടെ കൈ ഇനി ഉയരാൻ പാടില്ല. അതിന് മൂപ്പരക്ക് കട്ട് ചെയ്തത്, അതിന് ആസൂത്രിതമായി ഉണ്ടാക്കിയ താജിൽ അക്രമതൊക്കെ. രാഷ്ട്രീയം തിരിയുന്നവർക്ക് തിരിയും. ആരാ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും നശിപ്പിച്ച്? നമ്മുടെ മനസ്സിൽ ബില്ലാദിനും അൽഖായിദയാണ്. ഞാൻ പറയുന്നത് രണ്ടുമല്ല, അമേരിക്കയാണ് നശിപ്പിച്ചത്. ഞാൻ പറയല്ല കേട്ടോ. 150 തെളിവുകൾ ഉദ്ധരിച്ചിട്ടാണ് നോം ചോംസ്കിയെ പോലെ അമേരിക്കയിലെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും ലോക രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരും പറഞ്ഞിട്ടുള്ളത്. എന്തിനാ? പലതും നേടാൻ, പല സംഗതികളും ലോകത്ത് നേടാൻ. അപ്പൊ നമ്മൾ ഗൗരവമായി ആലോചിച്ചു നോക്കിയേ. ഏറ്റവും ഗൗരവമായി ഇസ്ലാമിക സമൂഹത്തെ നിങ്ങൾ ശരിക്കും പരിശോധിച്ചോ? ഇസ്ലാമിക സമൂഹത്തിലെ നാമധാരികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഇസ്ലാമിന് വേണ്ടി ജീവിച്ചവരല്ല,
അവർ ഇസ്ലാമിന് വേണ്ടി വളർന്നവരല്ല, ശത്രുക്കളുടെ കൈകളിലെ കളിപ്പാട്ടങ്ങളായിരുന്നു. ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ രാഷ്ട്രീയ കൊട്ടേഷൻ പാർട്ടികളായിരുന്നു. ലോകത്ത് മതമല്ല പ്രശ്നം. ഹിന്ദു മതമോ ക്രിസ്തു മതമോ ജൈന മതമോ ലോകത്ത് മനുഷ്യരോട് കലാപം പറഞ്ഞിട്ടില്ല. ബാന്ധവ മാനവ സർവേ സ്വദേശാപവനത്രയം, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം എന്ന് തന്നെയാ പറഞ്ഞത്. കാനന്നാസ് ഉമ്മത്ത വാഹിദ, മനുഷ്യ സമുദായം ഒക്കെ ഒരു ഏക സമുദായമാണ്, ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. അതാണ് ഗർവാപ്പസി. ഗർവാപ്പസി എന്ന് പറയുന്ന അത് ആദമിന്റെ തറവാട്ടിലെ ഈ മനുഷ്യകുലം ഇങ്ങനെ പുറകോട്ട് പോയാൽ ഈ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ മാതാവ്, ആദ്യത്തെ പിതാവ്, അവർ രണ്ടുപേരും ജീവിച്ച തറവാട്. ആ തറവാട്ടിലേക്ക് മനുഷ്യർ മടങ്ങിയ കലാപുണ്ടാവൂല. എല്ലാവരുടെയും തറവാട് ഏകദൈവ വിശ്വാസം, ലോകത്തിലെ ഉജ്ജ്വലമായ ആദർശം, ആ ആദർശമനുസരിച്ചുള്ള ജീവിതം. ഇത് വളരെ വ്യക്തമാണ്. പ്രവാചകനും അനുയായികളും ഒരു കുന്നിൻ ചെരുവിൽ ടെന്റ് കെട്ടി തണുത്ത രാത്രിയിൽ ജീവിക്കുമ്പോ ഒരു സ്ഥലത്ത് നല്ല തണുപ്പുണ്ടായ സ്ഥലത്ത് അവർ തീയിട്ടു. പ്രവാചക തിരുമേനി അങ്ങോട്ട് ഓടിച്ചെന്നു. അവിടെ നോക്കുമ്പോൾ ഉറുമ്പുകൾ ചാലിട്ട് പോകുന്നു. പ്രവാചകൻ കോപാകുലനാകുന്നു. അനുയായികളെ വിളിക്കുന്നു, നിങ്ങൾക്ക് കണ്ണില്ലായിരുന്നുവോ? ഉറുമ്പുകൾ ചാലിട്ട് പോകുന്നിടത്ത് തീയിടാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ? കരുണാവാൻ നബി മണിമുക്തി രക്തമോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആ പ്രവാചകനെ പഠിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ? ലോകത്തിലെ ഏത് ഭാഗത്താണ് ഇസ്ലാം ശരിക്കും അതായത് സാമ്രാജ്യത്വ ശക്തികൾ, ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികൾ, കോർപ്പറേറ്റ് ഭീമന്മാർ ലോക രാഷ്ട്രീയ മേലാളന്മാരെ കയ്യിലെടുത്ത് അവരുടെ നിലനിൽപ്പിന്, കാരണം ഇസ്ലാം പെണ്ണിന്റെ സൗന്ദര്യം വിൽക്കുന്നതിനെതിരാണ്, ലോട്ടറിക്കെതിരാണ്, മദ്യവ്യവസായത്തിനെതിരാണ്. ആർണോൾഡ് ടോയംബി, ലോകപ്രസിദ്ധനായ ചിന്തകനായ ആർണോൾഡ് ടോയംബി, സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്ന ചില വാചകങ്ങളുണ്ട്. ആ വാചകം എന്താണ്? യഥാർത്ഥത്തിൽ ലോകത്ത് സഹോദരങ്ങളെ മദ്യപാനവുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹം വിശദീകരിക്കുന്ന വളരെ പ്രധാനമായ ഒരു കാര്യമുണ്ട്. അതെന്താ? ലോകത്ത് ഇസ്ലാമിന് മദ്യത്തെ നിരോധിക്കാൻ കഴിഞ്ഞു. മനുഷ്യന്റെ മനസ്സുകളിൽ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള മതം അത് ഇസ്ലാമായിരുന്നു എന്നാണ് ആർണോൾഡ് ടോയംബി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്. അദ്ദേഹം പറയുന്ന വാചകം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. ദൃഢമായ മതവിശ്വാസം കൊണ്ട് മാത്രമേ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യർക്കുള്ള മോചനം, ഭൗതിക നിയമങ്ങൾക്ക് സാക്ഷാത്കരിക്കുവാൻ കഴിയാത്തതെല്ലാം സാക്ഷാത്കരിക്കുവാൻ ഇസ്ലാമിനായിട്ടുണ്ട്. ആർണോൾഡ് ടോയംബി എന്ന വിഖ്യാതനായ സാഹിത്യകാരന്റെ വാക്ക്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ലോകത്തിന്റെ മുക്കുമൂലകളിലെല്ലാം വലയറിഞ്ഞ പാശ്ചാത്യ നാഗരികതയുടെ സ്വാധീനങ്ങളിൽ നിന്ന് മനുഷ്യകുലത്തെ മോചിപ്പിക്കാൻ ഇസ്ലാമിനെ ആകൂ. തീർച്ച. കാരണം എന്താ? ലോകത്ത് ഒരുപാട്, ഫോർ എക്സാമ്പിൾ കാർൽ മാർക്സിനെ എടുത്തോ. മദ്യപാനിയായിരുന്നു അദ്ദേഹം. ക്ലാസ് പഠിക്കുമ്പോൾ കുടിച്ചിരുന്നു, സഹപ്രവർത്തകരോട് കുടിച്ചിരുന്നു, യൂണിവേഴ്സിറ്റി കുടിച്ചിരുന്നു. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം ഒരിക്കലും ഒരു സമൂഹത്തിനെതിരെയും അനാവശ്യമായി കടന്നു ചെന്നിട്ടില്ല എന്നുള്ളതാണ് ലോകത്തിന്റെ ചരിത്രം. ലോകത്ത് ഇസ്ലാം ഭരിച്ച കാലഘട്ടത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടായത്. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തന്നെ, നിങ്ങൾ അറബ് രാജ്യത്ത് പോയാൽ പല രാജ്യങ്ങളെയും സാമ്രാജ്യത്വ ശക്തികളെ വിലക്കെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാം, ഞാൻ കാർൽ മാർക്സിന്റെ ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ പരിശോധിച്ചോളൂ, ലോകത്ത് വന്ന ഒരുപാട് ഭരണകൂടങ്ങൾ. ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദം ലോകത്ത് രചിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? ആ രചന നടന്നിട്ട് അതിന്റെ ഉള്ളടക്കത്തിന് അനുകൂലമായ ഒരു ജനത ഇന്ത്യ രാജ്യത്ത് എവിടെങ്കിലും ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു? ഇല്ല. ബൈബിൾ പ്രകാരം ജീവിക്കുന്ന ഒരു സമൂഹം ഒരു ഗ്രാമത്തിൽ പോലും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഖുർആൻ അനുസരിക്കുന്ന രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് പ്രവാചകന്റെ കാലത്ത്. അത് ലോക ചരിത്രത്തിൽ പരിശോധിക്കേണ്ടതാണെന്ന് ഞാൻ പറയുന്നത്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇസ്ലാം പ്രവാചകന്റെ കാലത്ത്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിച്ചിരുന്ന ആളുകൾ. ആ നാട്ടിലൊക്കെ സമാധാനം. അതുകൊണ്ടാണ് നെഹ്റുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞത്, ഇസ്ലാം എവിടെ കടന്നു വന്നോ അവിടെ വമ്പിച്ച ആശ്വാസമായിരുന്നു. എല്ലാ കാലത്തും ഏത് വിഷയത്തിലും ആ ജനത വമ്പിച്ച ആശ്വാസത്തിലായിരുന്നു. അത് മനസ്സിലാകണമെങ്കിൽ ഇസ്ലാമിന്റെ സ്രോതസ്സിൽ നിന്ന് മതം പഠിക്കണം. മുസ്ലിം നാമധാരികൾ ചെയ്യുന്നത് നോക്കിയല്ല. LTT, ഉൾഫ തീവ്രവാദികൾ ആരാ? ഹൈന്ദവരുടെ ടീമാണത്. അതിവിടെ നടത്തിയ പോലെ കൊലപാതക മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പ് നടത്തിയിട്ടില്ല. ഇനി അൽ ഖായിദ ആരുണ്ടാക്കിയതാണ്? അമേരിക്ക ഉണ്ടാക്കിയതാണ്. ബിൻ ലാദനെ വളർത്തിയതാരാ?
അമേരിക്കയാണ് വളർത്തിയത്. ഈ യാഥാർത്ഥ്യങ്ങളെ ലോകം വിലയിരുത്തണം, ലോകം പഠിക്കണം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ ഒരു കൂട്ടായ്മ, ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ഒരു കൂട്ടായ്മ ഉണ്ട് ഇവിടെ, സെലഫികൾ. അതിലേതെങ്കിലും ഒരു മനുഷ്യനെ തീവ്രവാദത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ താടി നീട്ടുന്നു. ഈ താടി നീട്ടിയ ഞങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ? പ്രവാചകന്റെ ചര്യയായിരുന്നു ഇത്. ചട്ടമ്പി സ്വാമികൾക്ക് താടി ഉണ്ടായിരുന്നില്ലേ? ഗുരു നിത്യചൈതന്യക്ക് താടി ഉണ്ടായിരുന്നില്ലേ? മഹാത്മാവ് എന്ന് വിളിച്ച രവീന്ദ്രനാഥ ടാഗോറിന് താടി ഉണ്ടായിരുന്നില്ലേ? താടി ഭീകരവാദത്തിന്റെ അടയാളാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, ബുദ്ധിയുള്ളവരല്ല നമ്മള്. ഈ ബുദ്ധിയുള്ളവര് ഈ താടിയിലാണോ വികാരം? അതായത് താടിക്ക് വികാരം, വിചാരം, കോപം, ക്രോധം, വർഗീയത എന്ന വികാരം ഈ രോമത്തിനാണോ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദി രവിശങ്കറായിട്ട്. മുടി നല്ല നീട്ടാണ്, താടി നീട്ടാണ്. രോമത്തിന് വിവേകമല്ലോ. ഒരു അമുസ്ലിമിനെ കാണുമ്പോ ഒരു മുസ്ലിമിന് മനസ്സിലെ അല്ലേടോ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചും രോമത്തിനാ തോന്നുക ആണോ? അപ്പൊ മനുഷ്യന്റെ പ്രചരണങ്ങളിൽ പോലും വിവരക്കേടാലുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ എന്റെ പ്രസംഗമല്ല, നിങ്ങൾ ബഹുമാനനായ ഹുസൈൻ സൽഫിയുടെ പ്രസംഗം പ്രതീക്ഷിക്കുക, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രൗഢമായ ഒരു വിഷയാവതരണം ഇവിടെ വരാനുണ്ട്. ഞാൻ എന്റെ സമയോടെ അവസാനിച്ചു, ഞാൻ അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും കർണാടകയിലും പരിസരമുള്ള ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ ഈ നാടുകളിൽ സലഫി പ്രബോധകർ നടത്തുന്നു. ഞാൻ ഈ നാട്ടിലെ പ്രസംഗം കേട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട്, ഈ നാട്ടിലെ മുഴുവൻ ആളുകളോട്, നമുക്കൊക്കെ ഒരു മരണമുണ്ട്. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും, നമുക്കൊക്കെ ഒരു മരണമുണ്ട്. അതാരായാലും, ഹിന്ദു ആയാലും മുസ്ലിം. അവിടെ മനുസ്മൃതിയുടെ 4-ാം അധ്യായത്തിൽ ഒരു വാചകം അറിയാം, മരണത്തിന് ശേഷം നിന്നെ രക്ഷപ്പെടുത്താൻ അച്ഛനമ്മമാരുണ്ടാവില്ല, നിന്റെ ഭാര്യയും മക്കളും നിന്റെ സ്വത്തുണ്ടാവില്ല, നിന്റെ കർമ്മങ്ങൾ മാത്രം ഉണ്ടാവുക. ഹദോവ പ്രാപ്സി സ്വർഗം ജിതോവ മോക്ഷസേ മഹീം തസ്മാ ഉത്തിഷ്ഠ കൗധേയ യുദ്ധായ കൃതനിശ്ചയാന്ന്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗം കിട്ടും. ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ ലോകത്ത് വേദങ്ങൾ മരണത്തിന് ശേഷം മനുസ്മൃതി 4-ാം അധ്യായം 240-ാമത്തെ സൂക്തം, ജീവി ജനിക്കുന്നതും ധനിച്ച് ജീവി മരിക്കുന്നതും ധനിച്ച് സ്വർഗത്തിന്റെ അനുഭൂതികൾ അനുഭവിക്കുന്നതും ധനിച്ച് നരകത്തിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങുന്നതും ധനിച്ച്. അപ്പൊ നരക സ്വർഗങ്ങളുണ്ടെന്ന് വേദം പറയുന്നു. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നാളെ മരിച്ചാൽ മണ്ണോട് മണ്ണ് ചേരി. ആ വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പാസ്പോർട്ട് ആവശ്യമില്ല പോത്തിന്, പാസ്പോർട്ട് ആവശ്യമില്ല പട്ടിക്ക്, പാസ്പോർട്ട് ആവശ്യമില്ല പന്നിക്ക്. ഒരു ഗ്യാസ് കണക്ഷൻ കിട്ടണ എന്തൊക്കെ നിയമം വേണം? വേണ്ടേ? ഒരു ഗ്യാസ് കണക്ഷൻ, ഒരു സ്കൂൾ അഡ്മിഷൻ കിട്ടാൻ, ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ, ഇതൊക്കെ കിട്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് LKG UKG ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി തലവും PG ഒക്കെ എടുത്ത് പഠിച്ചാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ, പഠിച്ചാൽ മാത്രമേ ഉന്നത ജോലി കിട്ടുള്ളൂ. 8 പെറ്റ പട്ടിക്ക് ടെൻഷനില്ല, കുട്ടിയെ കെട്ടാൻ ദുഃഖമില്ല. എങ്കിൽ പന്നിയും കാളയും പോത്തും അത് ചത്ത് മണ്ണോട് മണ്ണ് ചേരും. ഭാസ്കരനും സുരേന്ദ്രനും മുഹമ്മദും അതുപോലെ ചത്ത് മണ്ണൊടുങ്ങുമെന്ന് പറയുന്നത് ബുദ്ധിയല്ല സുഹൃത്തുക്കളെ. 1000 പാവപ്പെട്ടവരെ പീഡിപ്പിച്ച് അവരുടെ കബന്ധങ്ങളുടെ മുകളിൽ രാജകൊട്ടാരങ്ങൾ പണിതുയർത്തിയ സ്വച്ഛാധിപതികളും പാവപ്പെട്ടവരെ ആക്രമിച്ച രാഷ്ട്രീയ മേലാളന്മാരും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി സൃഷ്ടിക്കപ്പെടരുത് എന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും വല്ലാത്തൊരു ചോദ്യമാണ്. 38-ാം അധ്യായം 28-ാമത്തെ വചനം. എന്തായാലും പറയണറിയോ? ഇതിൽ പറയുന്നത് അല്ലടോ മനുഷ്യ, നന്മ ചെയ്തവനും തിന്മ ചെയ്തവനും ഒരേപോലെയാവോ? ലളിതമായൊരു ഉദാഹരണം പറയാം. ഹരേ റാം ഹരേ റാം എന്ന് പറഞ്ഞിട്ടാണ് മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ചത്. ഹരേ റാം എന്ന് പറഞ്ഞാണ് വെടിയേറ്റ് മരിച്ചത്. ഗാന്ധിജി പറഞ്ഞത് ഞാൻ രാമന് വേണ്ടി മരിച്ചു, ഗോഡ്സെ പറഞ്ഞത് ഞാൻ രാമന് വേണ്ടി കൊന്നു. ഇതിലേതാ ശരി? ഇതിലേതാ ശരി? മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ പറയുന്നു ഞാൻ രാമന് വേണ്ടി കൊന്നു, മഹാത്മാഗാന്ധി പറയുന്നു ഞാൻ രാമന് വേണ്ടി മരിച്ചു. ഏതാ ശരി? എന്റെ പ്രിയപ്പെട്ടവരെ, നീതിക്ക് വേണ്ടി മനുഷ്യന്റെ ആഗ്രഹമാണ്. അണുമണി തൂക്കമാര് നന്മ ചെയ്തോ അതുണ്ടാവും. എന്റെ പ്രസംഗത്തിന്റെ രത്നച്ചുരുക്കം ഞാൻ ഓടിച്ചു പോവുകയാണ്. ഒന്ന്, മനുഷ്യവംശം ഈ ഭൂമുഖത്ത് വന്നിട്ട് 1,00,000 വർഷമായി. ഹിന്ദുമതത്തിന് 5000 വർഷം പഴക്കം, ക്രൈസ്തവതത്തിന് 2000 വർഷത്തിന് പഴക്കം. 5000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് മനുഷ്യരുണ്ട്. അവരാരെ ആരാധിച്ചു? ഏകനായ സർവേശ്വരനെ. ഒരു സൃഷ്ടിയും മേന്മയേറിയ മനുഷ്യനെ ആരാധിക്കുന്നില്ല. മനുഷ്യൻ എന്ന ബുദ്ധിജീവി സൃഷ്ടികളെ ആരാധിക്കുന്നു. അതിൽ നിന്ന് മോചനം നേടണം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. തീവ്രവാദം ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാം സൗമ്യമാണ്. ഇസ്ലാം മതനിർബന്ധ മതപരിവർത്തനത്തെ ഇസ്ലാം എതിർക്കുന്നു. ഈ 5 പോയിന്റുകളിലാണ്
എന്റെ പ്രസംഗം ഇവിടെ അവസാനിക്കുന്നത്. ചിന്തിക്കുക, പഠിക്കുക, 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 വീണ്ടും പഠിക്കുക. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല. ഇതര മതവിഭാഗങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ഈ കൂട്ടായ്മക്ക് സാധിച്ചുവെങ്കിൽ അല്ലാഹു ബിശ്അദ്, അല്ലാഹു ബിശ്അദ്, അല്ലാഹു ബിശ്അദ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.